അപ്പോൾ അത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു മാൻഡ്രിക്കിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് നിർത്തിയത്. സാധനം വാങ്ങി വീട്ടിൽ വന്ന് പിന്നെ പണിയോട് പണിയാണ്. ഞാൻ തൊടുന്നവിടത്തെല്ലാം എനിക്ക് പണി വന്നുകൊണ്ടേ അതിൽ ഫസ്റ്റ് കിട്ടിയ പണിയാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ് ഫുൾ അടിച്ചു പോയി. HP സർവീസ് സെൻറ്ററിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ഒരു 7500 രൂപയും പറഞ്ഞു. അതേപോലെ തന്നെ ഒരു 2 വീക്ക് എന്തായാലും എടുക്കുമെന്നും പറഞ്ഞു. എനിക്കാണെങ്കിൽ കോളേജിൽ ഇപ്പോൾ പ്രസൻറ്റേഷൻ നടക്കുന്നതുകൊണ്ട് അതില്ലാതെ യാതൊരു നിവൃത്തിയില്ല. കിട്ടിയ വെള്ളവും മഞ്ചിയൊക്കെ പിടിച്ച് നമ്മൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. മെട്രോയിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ നടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനായിട്ടുണ്ട് കേട്ടോ. കടവന്ത്ര ഓക്സിജനിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കട കണ്ടു. അവിടെ കയറി നമ്മളൊരു മീറ്റ് റോളും ഒരു മാംഗോ ജ്യൂസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. മീറ്റ് റോള് അട്ടർ ഫ്ലോപ്പായിരുന്നു, പക്ഷേ മാംഗോ ജ്യൂസ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പാകത്തിന് മധുരവും നല്ല തിക്ക് കൺസിസ്റ്റൻസി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സാധനം. പിന്നെ അവിടുന്ന് പൈസയും കൊടുത്ത് നമ്മൾ ബാലൻസ് വാങ്ങി നേരെ ലാപ്ടോപ്പ് കൊടുക്കാൻ പോയി കേട്ടോ. അവിടെ ലാപ്ടോപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു 5 hours എന്തായാലും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ ബസ് പിടിച്ച് നേരെ മറൈൻ ഡ്രൈവിലേക്ക് പോവാണ്. കാരണം എന്തായാലും 5 മണിക്കൂർ അവിടെ കുത്തിയിരിക്കുന്നതിന് ഭേദമാണല്ലോ വല്ല കാഴ്ചയും കണ്ട് മറൈൻ ഡ്രൈവിൽ പോയിരിക്കുന്നത്. ഈ കാണുന്നതാണ് കേട്ടോ എറണാകുളത്തമ്പലം. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മരങ്ങളും ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാവും ഒക്കെ. പിന്നെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് പതിയെ നടക്കുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് മാർക്കറ്റിനകത്ത് പോകണം. അവിടെ ഒരു സ്ഥിരം ഞാൻ ജ്യൂസ് കുടിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. പക്ഷേ പോകുന്ന വഴിക്ക് നല്ല അടിപൊളി മഴ പെയ്തു. പിന്നെ അത് തോരുന്നവരൊന്ന് വെയിറ്റ് ചെയ്തു. നമ്മളിതാ ഫുഡ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് 40 രൂപയുടെ മാംഗോ ജ്യൂസ് ആണ് കേട്ടോ. പക്ഷേ ഇന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് മിക്സിക്കകത്ത് ഉണ്ടാക്കിയ ബൂസ്റ്റ് കുലുക്കി കുടിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് പതിയെ മറൈൻ ഡ്രൈവിലെത്തി. മഴ പെയ്ത് തോർന്നുകൊണ്ട് തിരക്കിനൊക്കെ ഒരു ശമനം ഉണ്ടായിരുന്നു. പിന്നെ കുറേ നേരം ബോട്ട് പോകണമെന്ന് നോക്കി കാറ്റും കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിപ്പായിരുന്നു. പിന്നെ അതിനിടയ്ക്ക് കണ്ണിൽപ്പെട്ട ഒരു കാര്യം കേട്ടോ. നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ വേസ്റ്റ് കെട്ടുകൾ കിടക്കുന്നു. എന്താ അല്ലേ? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഓക്സിജൻ്റെ ഷോറൂമിൽ നിന്ന് കോൾ വന്നു കേട്ടോ. നമ്മളപ്പോൾ അതേ വണ്ടി കയറി നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഷോറൂമിലെത്തി പൈസയും കൊടുത്ത് നമ്മൾ സാധനമൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ തിരിച്ചിറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വയറ്റിൽ വന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇനി ഇവിടെ നിന്നാണ് ബസ്സിന് പോകാനായിട്ടുള്ള പ്ലാൻ. ചെന്നപാടെ തന്നെ ഒരു KSRTC കിടപ്പുണ്ടായിരുന്നു, സീറ്റും ഉണ്ടായിരുന്നു. സമാധാനം. കുറച്ച് രാത്രി ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് ഞാൻ ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഇവിടം കൊണ്ടൊന്നും എൻ്റെ പണി അവസാനിച്ചില്ല. ഇത് കഴിഞ്ഞ് ഉടനെ തന്നെ ലാപ്പ് ലാഗായി. പിന്നെ SSD ആഡ് ചെയ്യേണ്ടി വന്നു. അത് ആഡ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ലാപ്പിൻ്റെ ഡോങ്കിൾ അവിടെ വെച്ചിട്ട് മിസ്സായി. അങ്ങനെ പണികൾ കുറേ വന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.